Welcome to session, online session, VAVUTTANSEDU's online session. Hello, welcome back to VAVUTTANSEDU's online session. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടതും പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. വേറെ ഒന്നുമല്ല, ഇലക്ട്രിക് റെസിസ്റ്റൻസ് ആൻഡ് സം സിമ്പിൾ സർക്യൂട്ട്സ്. അപ്പൊ ഞാനൊരു റെസിസ്റ്റൻസ് ആണ് വരയ്ക്കുന്നത്. ഓക്കെ, ആർ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാം. ഐ ആയിക്കൂടെ ഇതിലൂടെ പോണ കറണ്ട്. ഇനി ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് that is denoted by the capital letter V. Current flows from higher potential to lower potential. So here it is a sign plus and here this is a sign minus. Okay. Current in the direction എങ്ങനെയാ? Current in the direction higher potential to lower potential. ഇത് നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഓർത്താൽ മതി. നമ്മൾ വാട്ടർ ഒരു വെള്ളം എങ്ങനെ ഫ്ലോ ചെയ്യാം? ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക്. നമുക്കറിയാം നമ്മളെ വാട്ടർ വിൽ ഫ്ലോ ഫ്രം സപ്പോസ് ദിസ് വാട്ടർ ദിസ് ഫ്ലോസ് ഫ്രം ഹയർ ലെവൽ ടു ലോവർ ലെവൽ, റൈറ്റ്? ഇങ്ങനെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുക. വാട്ടർ ഒരിക്കലും താഴെ നിന്ന് മേലോട്ട് ഫ്ലോ ചെയ്യത്തില്ല. അല്ലെങ്കിൽ വെള്ളം എങ്ങനെ ഫ്ലോ ചെയ്യും? വാട്ടർ വിൽ ഫ്ലോ ഇൻ ദിസ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് ഫ്രം എ ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ. ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോ, റൈറ്റ്? ഒരു ഹയർ ലെവൽ ഇങ്ങനെ സ്ലോപ്പ് ഉണ്ടെങ്കിൽ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്യും, റൈറ്റ്? അപ്പൊ ഇതൊക്കെ ഞാൻ ഈ കാണിക്കുന്നതെല്ലാം വെള്ളം ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ. അതുപോലെ തന്നെ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുക? ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. സോ ഫ്രം പ്ലസ് ടു മൈനസ് ദ കറണ്ട് വിൽ ഫ്ലോ. ഞാനൊരു സെല്ല് വരയ്ക്കുകയാണ്. സെല്ല് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി. ആ ബാറ്ററിക്ക് രണ്ട് ടെർമിനൽ ഉണ്ടായിരിക്കും, ഒരു പോസിറ്റീവ് ടെർമിനലും ഒരു നെഗറ്റീവ് ടെർമിനൽ. ഈ പോസിറ്റീവ് ടെർമിനൽ വരയ്ക്കുമ്പോൾ ആ ലൈനിന് കുറച്ച് ലെങ്ത് കൂടുതലുണ്ടായിരിക്കും, നെഗറ്റീവ് ടെർമിനലിന്റെ ലെങ്ത് കുറവായിരിക്കും. ആൻഡ് കറണ്ട് ലീവ്സ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ, റൈറ്റ്? സോ കറണ്ട് ലീവ്സ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ. അപ്പൊ ഞാനിവിടെ ഒരു റെസിസ്റ്റൻസ് വരച്ചു, റൈറ്റ്? പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലൂടെ മാത്രമേ കറണ്ട് ഫ്ലോ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു ക്ലോസ്ഡ് പാത്ത് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ റെസിസ്റ്റൻസ് ഇങ്ങനെ എടുത്തു, ഈ ഇവിടെ കണക്ട് ചെയ്തു. എന്തായി? സർക്യൂട്ട് ക്ലോസ്ഡ് ആയി. അപ്പൊ നമുക്ക് ക്ലോസ്ഡ് പാത്ത് കിട്ടി. അപ്പൊ കറണ്ട് എങ്ങനെ മൂവ് ചെയ്യും? കറണ്ട് ഇസ് ഡിനോട്ടഡ് ബൈ ഐ. ഇത് പോസിറ്റീവ് ടെർമിനൽ തന്നെ മൂവ് ചെയ്തു, ഈ റെസിസ്റ്റൻസിലൂടെ വന്നു. ഈ റെസിസ്റ്റൻസ് ആർ ആയിക്കോട്ടെ, ആർ. പിന്നെ ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തു എന്റർ ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലൂപ്പ്. ദിസ് വിൽ ഷോ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്ലോസ്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, വെള്ളം എങ്ങനെ ഫ്ലോ ചെയ്യും? ഒരു ഹയർ ലെവലിൽ നിന്ന്, ഒരു കയറ്റത്തിൽ നിന്ന് ഒരു ഇറക്കത്തിലോട്ടാണ് വെള്ളം ഫ്ലോ ചെയ്യുക. ദാറ്റ് ഈസ് ഹയർ ലെവൽ ടു എ ലോവർ ലെവൽ, റൈറ്റ്? അങ്ങനെയാണ് വെള്ളം ഫ്ലോ ചെയ്യുക. അതുപോലെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുക ഒരു ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക്. അപ്പൊ നമുക്കൊരു ബാറ്ററിനെ എങ്ങനെ ഇൻഡിക്കേഷൻ ചെയ്യാം? ഒരു രണ്ട് ലൈൻ വെച്ച് നമുക്ക് ഇൻഡിക്കേഷൻ ചെയ്യാം. അതാണ് ഒരു സെല്ലിന്റെ സിമ്പിൾ. ആ ലെങ്ത് ഉള്ള ലൈന് പോസിറ്റീവ് ടെർമിനലും ലെങ്ത് കുറഞ്ഞ ലൈന് നെഗറ്റീവ് ടെർമിനലുമാണ്. പിന്നെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടണം, ഒരു ക്ലോസ്ഡ് ലൂപ്പ്. ആ ക്ലോസ്ഡ് പാത്തിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ സർക്യൂട്ടിൽ ഒരു റെസിസ്റ്റൻസ് കണക്ഷൻ ചെയ്തു, പിന്നെ ഈ പാത്ത് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ ചെയ്യും. എവിടുന്ന്? ഹയർ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു ദ നെഗറ്റീവ് ടെർമിനൽ ത്രൂ ദിസ് റെസിസ്റ്റൻസ്. ഓക്കെ, ഈ സൈഡിലൂടെ കറണ്ട് എൻ്റർ ചെയ്യും, ഈ സൈഡിലൂടെ കറണ്ട് ലീവ് ചെയ്യും. ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ കറണ്ട് ഫ്ലോ. അപ്പൊ ഇവിടെ ഞാൻ പ്ലസ് മാർക്ക് ചെയ്തു, ഇവിടെ ഞാൻ മൈനസ് മാർക്ക് ചെയ്തു. പിന്നെ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അതെങ്ങനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം? ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ യൂസിങ് ദിസ് ലെറ്റർ വി. വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഐ ഇൻറ്റു ആർ. സോ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ദിസ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ്. ഇനി ഞാൻ കുറെ റെസിസ്റ്റൻസ് വരയ്ക്കുക. ഒരു റെസിസ്റ്റൻസ്, രണ്ട് റെസിസ്റ്റൻസ്, മൂന്ന് റെസിസ്റ്റൻസ്, ഇങ്ങനെ പോയി ഞാൻ കുറെ ഡോട്ട് ഇടാം. നമുക്ക് ടോട്ടൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് അറിയാം? n റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് നമ്മുടെ nth റെസിസ്റ്റൻസ്. സോ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഞാൻ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് R1. രണ്ടാമത്തെ റെസിസ്റ്റൻസിന് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് R2. മൂന്നാമത്തെ റെസിസ്റ്റൻസിന് R3. പിന്നെ ഡോട്ട് എന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ എല്ലാ റെസിസ്റ്റൻസ് ഉണ്ട്. ലാസ്റ്റ് റെസിസ്റ്റൻസിനെ ഞാൻ nth റെസിസ്റ്റൻസ് വിളിക്കുന്നു, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Rn. ഓക്കെ, അപ്പൊ എങ്ങനെയാ ഇതിന്റെ കണക്ഷൻ? ഇതിന്റെ കണക്ഷൻ സീരീസ് കണക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാം? ദിസ് റെസിസ്റ്റൻസ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. ആ സിംഗിൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആർ ഈക്വലന്റ് എന്നായിക്കോട്ടെ. ഓക്കെ,
അപ്പൊ ഇത് സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ R equivalent എന്താ? R equivalent എന്ന് പറഞ്ഞാല് sum of his all resistance, that is R equivalent is equal to R1 plus R2 plus R3 plus R4. This goes on and up to Rn. Series connection equivalent resistance. അപ്പൊ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിന് ഈക്വലന്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ നമ്മൾ അതെല്ലാം കൂടി സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സപ്പോസ് R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R3, റൈറ്റ്, is equal to R4. This equal to up to equal to Rn. ചുരുക്കം പറഞ്ഞാല് R1 ഉം R2 R3 R4 ഉം Rn ഉം എല്ലാം ഈക്വൽ റെസിസ്റ്റൻസ് ആണ്, സെയിം റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു R. അങ്ങനെയാണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കും? ദാറ്റ് ഈസ് R equivalent is to R plus R up to n times R. അങ്ങനെയാണെങ്കിൽ R equivalent that is equal to n times R, right? അപ്പൊ നമുക്ക് സപ്പോസ് ഒരു 10 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 we have 10 റെസിസ്റ്റൻസ്. ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ഓം. ഓം is a unit of resistance. നമുക്ക് 10 റെസിസ്റ്റൻസ് ഉണ്ട്, ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ഓം. അങ്ങനെയാണെങ്കിൽ what is R equivalent? That is equal to 10 into 2 is equal to 20 ohm, right? This is the series connection of resistance. ഇനി നോക്ക്, ഞാൻ വരയ്ക്കാൻ പോകുന്നത് പാരലൽ കണക്ഷൻ ആണ്. ഇത് R1, അടുത്തത് R2, R3, R4. ഈ കണക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലാസ്റ്റ് റെസിസ്റ്റൻസ് Rn, റൈറ്റ്, Rn. അപ്പൊ ഞാൻ എഴുതട്ടെ, R1, R2, ഓക്കെ, ഇയാള് R3, ഇയാളോ R4. അങ്ങനെ നമുക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? n റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് ഇതിനെ ഒരു ഈക്വലന്റ് റെസിസ്റ്റൻസ് എടുക്കുന്നത്, അതായത് ദാറ്റ് ഈസ് ഈക്വലന്റ് ടു എ സിംഗിൾ റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ R equivalent. അപ്പൊ ഈ കണക്ഷനാണ് പാരലൽ കണക്ഷൻ എന്ന് പറയാം. ഈ പാരലൽ കണക്ഷൻ പ്രോപ്പർട്ടി ഉണ്ട്. ഈ വോൾട്ടേജ് അക്രോസ് R1 is same as R2 is same as R3 is same as R4 is same as Rn. That is, in parallel connection the voltage is same across all the resistance. നമുക്ക് ഇതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ R1ന്റെയും R2ന്റെയും R3ന്റെയും R4ന്റെയും Rnന്റെയും അക്രോസ് ഉള്ള വോൾട്ടേജ് V ആയിരിക്കും, പക്ഷെ അതിൽ പോണ കറണ്ട് വേരി ചെയ്യും. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ ഇതിന്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു ഫോർമുല ഉണ്ട്, ദാറ്റ് ഈസ് 1 divided by R equivalent, that is equal to 1 divided by R1 plus 1 divided by R2 plus 1 divided by R3. This goes on. എത്ര വരെ പോകും? ലാസ്റ്റ് ടേം 1 divided by Rn. ഓക്കെ, നേരത്തെ കേസ് പോലെ നമ്മൾ അസ്യൂം ചെയ്യുന്നു എല്ലാ റെസിസ്റ്റൻസും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് R1 equal to R2 equal to R3 equal to Rn. This all equal to R, right? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ്? 1 divided by R equivalent, that is equal to 1 by R plus 1 by R. How many times? N times, right? N times 1 by R. So adding this all, this is equal to N divided by R. അപ്പൊ R equivalent എത്ര കിട്ടും? R equivalent കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. R equivalent is equal to R divided by N. അപ്പൊ ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാ? കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കുറഞ്ഞു. ഒരു എക്സാമ്പിളിന് നമുക്ക് 10 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 10
resistance ഒരു parallel ആയിട്ട് കണക്ഷൻ ചെയ്തു. That is 10 resistance are connected in parallel. ഓരോ റെസിസ്റ്റൻസ് 2 ഓം ആണ് വിചാരിക്കുക. That is 2 ohm each. ഓക്കെ, അപ്പൊ നമുക്ക് 10 റെസിസ്റ്റൻസ് ഉണ്ട്. 10 റെസിസ്റ്റൻസും പാരലൽ കണക്ഷൻ ചെയ്തു. ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ohm. അങ്ങനെയാണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് എത്രയാ? So equivalent resistance, that is R equivalent is equal to R by N. ഇവിടെ R എന്ന് പറഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 and number of resistance 10. നമ്മൾ 10 റെസിസ്റ്റൻസ് പാരലൽ ആണ് കണക്ഷൻ ചെയ്തത്. So 2 by 10 that is equal to 0.2 ohm. അപ്പം ഈക്വലന്റ് റെസിസ്റ്റൻസിന്റെ വാല്യൂ 10 ഇരട്ടിയായിട്ട് അങ്ങ് കുറഞ്ഞു. സീരീസിലാണ് കണക്ഷൻ ചെയ്യുന്നതെങ്കിൽ 10 ഇരട്ടിയായിട്ട് അങ്ങ് കൂടും. This is one of the important concepts you should keep in mind. ഇനി നോക്കാം, ഇനി നമുക്ക് 2 റെസിസ്റ്റൻസ് ഉണ്ട് വിചാരിക്കുക. ഈ 2 റെസിസ്റ്റൻസ് ഞാൻ പാരലലാണ് കണക്ഷൻ ചെയ്തത്. ഇയാളെ ഞാൻ R1 എന്ന് എഴുതി, ഇയാളെ ഞാൻ R2 എന്ന് എഴുതി. അപ്പൊ നമുക്കറിയാം this can be replaced by a single resistance and 1 by R equivalent is equal to 1 by R1 plus 1 by R2. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? LCM എടുത്തിട്ട്. So this is equal to R1 plus R2 divided by R1 R2. ഓക്കെ, ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കാം. റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? R equivalent that is equal to R1 R2 divided by R1 plus R2. ഓക്കെ, ഇനി നോക്ക്, ഞാൻ 2 റെസിസ്റ്റൻസ് പാരലൽ കണക്ഷൻ ചെയ്യാൻ പോവാം. ഇതിന്റെ വാല്യൂ ഞാൻ എഴുതുന്നത്, ഇയാളെ വാല്യൂ 10 ഓം, ഇയാളെ വാല്യൂ 20 ഓം. ഇനി എനിക്ക് ഈ റെസിസ്റ്റൻസിനെ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആക്കി റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതിന്റെ ഈക്വലന്റ് വാല്യൂ എത്രയാ? അതിന്റെ ഈക്വലന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ R equivalent നമുക്കറിയാം that is equal to 10 into 20 divided by 10 plus 20. 10 plus 20 is equal to 30. We get 200 divided by 30. That is equal to 20 by 3. 20 by 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 20 by 3 means 6.666. Right. അപ്പൊ നോക്കുക, ഈക്വലന്റ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ 6.666. ഇവിടെ മിനിമം വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് നമുക്ക് തന്നിരിക്കുന്നത് 10 ആണ്. മാക്സിമം വാല്യൂ 20. ഈക്വലന്റ് റെസിസ്റ്റൻസ് 6.66 that is less than 10. 10 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നതിൽ ചെറിയ വാല്യൂ ആണ് 10 അല്ലേ? 10 വലിയ വാല്യൂ 20. അപ്പം ഈക്വലന്റ് റെസിസ്റ്റൻസ് എപ്പോഴും ചെറിയ വാല്യൂനെക്കാട്ടി കുറവായിരിക്കും. അതുപോലെ നമുക്ക് 3 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യാം. R1 ലെസ് ദാൻ R2 ലെസ് ദാൻ R3. റൈറ്റ്. ഫോർ എക്സാമ്പിൾ, ഞാൻ R1ന്റെ വാല്യൂ 1 ohm, R2ന്റെ വാല്യൂ 2 ohm, R3യുടെ വാല്യൂ 3 ohm അസ്യൂം ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 3 റെസിസ്റ്റൻസും പാരലൽ ആയിട്ട് കണക്ഷൻ ചെയ്തു. R1, R2 and R3. റൈറ്റ്, നോ കണക്റ്റഡ് ഇൻ പാരലൽ. അങ്ങനെയാണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഓൾവേസ് ലെസ് ദാൻ R1. R1 എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ റെസിസ്റ്റൻസ്. അപ്പൊ പാരലൽ കണക്ഷനിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിനെക്കാട്ടി കുറവായിരിക്കും. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ കേസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് R equivalent എന്ത് കിട്ടും? 1 by R equivalent that is equal to 1 by 1 plus 1 by 2 plus 1 by 3. ഓക്കെ, അപ്പം ഇത് 1 by 2 എന്ന് പറഞ്ഞാൽ 0.5, 1 by 3 എന്ന് പറഞ്ഞാൽ 0.333. 1 by R equivalent this is equal to 1.83. So take the reciprocal, we get the equivalent value of resistance, that is R equivalent is equal to 1 divided by 1.83. This is always less than 1. അപ്പം parallel connectionly equivalent resistance is always less than the smallest value of resistance. ആ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ വാല്യൂനെക്കാട്ടി കുറവായിരിക്കും ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ. ഓക്കെ, നമുക്ക് വേറൊരു ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് നോക്കാം. അതിനുവേണ്ടി ഞാൻ 3 റെസിസ്റ്റൻസ് വരയ്ക്കുക. 1, 2, 3. റൈറ്റ്. ഇനി ഞാൻ ഈ പോയിന്റിനെ എ എന്ന് മാർക്ക് ചെയ്തു. ഈ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തു.
B. Right, this is our point B. This point is C and mark chedu. This point is D and mark chedu. This current enter ചെയ്യുന്നത് A എന്ന് പറഞ്ഞ പോയിന്റിലൂടെ കറന്റ് എൻ്റർ ചെയ്തു. ഈ D എന്ന് പറയുന്ന പോയിന്റിലൂടെ കറന്റ് ലീവ് ചെയ്തു. ഈ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യലിനെ ഞാൻ VAB എന്ന് പറഞ്ഞു. V സഫിക്സ് AB. ഓക്കെ, നമുക്കറിയാം current flows from higher potential to lower potential. So this is marked as plus and this is marked as minus. ഈ പൊട്ടൻഷ്യലിനെ ഞാൻ VBC എന്ന് എഴുതി. VBC. Again, this is higher potential and this is a lower potential. This potential that is voltage across this resistance, that is denoted as VCD. Right. This potential and voltage same ആണ്. Voltage ന്റെ വേറൊരു പേരാണ് potential. ഇവിടെ plus മാർക്ക് ചെയ്തു, ഇവിടെ minus മാർക്ക് ചെയ്തു. ഇനി ഞാൻ voltage across all these three resistance, that is denoted by VAD. Okay, right. ഇനി VAB എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് എഴുതാം VAB. VAB എന്ന് പറഞ്ഞാൽ voltage across this resistance. That can be write as this is equal to potential at A. ഈ voltage at ഈ point A ലുള്ള voltage minus point B ലുള്ള voltage, that is VA minus VB, that is VAB. Similarly, I can write VBC എന്ന് പറഞ്ഞാൽ potential at the point B, that is VB minus the potential at point C, that is VC. VB minus VC. Similarly, I can write VCD, that is equal to VC minus VD. VC എന്ന് പറഞ്ഞാൽ potential at this point and VD എന്ന് പറഞ്ഞാൽ potential at this point. So VCD is the potential across this resistance, that is equal to VC minus VD. So VAD, this is a potential across this entire resistance. ഈ മൂന്ന് റെസിസ്റ്റൻസിനെയും across ഉള്ള വോൾട്ടേജിനാണ് നമ്മൾ VAD എന്ന് പറയുന്നത്. We can write VAD, that is equal to VA minus VD. Okay, so VAD എന്ന് പറഞ്ഞാൽ sum of VAB, VBC and VCD. We can write VAD, that is a potential voltage across these three resistance, that is equal to VAB plus VBC plus VCD, that is VAB plus VBC plus VCD. Okay, so we can write this is equal to VAB എന്ന് പറഞ്ഞാൽ VA minus VB plus VBC എന്ന് പറഞ്ഞാൽ VB minus VC plus VCD എന്ന് പറഞ്ഞാൽ VC minus VD. ഇവിടെ മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ ചെയ്യും, മൈനസ് സിയും പ്ലസ് സിയും ക്യാൻസൽ ചെയ്യും, റിമൈനിങ് ടേംസ് വി എയും വി ഡിയും. സോ ദിസ് ഈസ് ഈക്വൽ ടു വി എ മൈനസ് വി ഡി. റൈറ്റ്, ഹെൻസ് പ്രൂവ്ഡ്. നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഒരു സർക്യൂട്ടിന്റെ ഒരു ബ്രാഞ്ച് തന്നിട്ടുണ്ട്. ഈ ബ്രാഞ്ചിൽ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു 1.5 ഓം റെസിസ്റ്റൻസ്, പിന്നെ ഒരു 2.5 ഓം റെസിസ്റ്റൻസും, പിന്നെ ഒരു ബാറ്ററി ഓഫ് 2 വോൾട്ട്. ഓക്കെ, പക്ഷെ നമ്മൾ നോക്കണം, ഈ ബാറ്ററി കണക്ഷൻ ചെയ്തത് മൈനസ് ആൻഡ് പ്ലസ്. ഫസ്റ്റ് ടെർമിനൽ കമ്മിങ് മൈനസ്, അത് പറഞ്ഞാൽ ലെങ്ത് കുറഞ്ഞ ലൈന്. ലെങ്ത് കൂടുതലുള്ള ലൈൻ, ദാറ്റ് ഈസ് പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, so if you are moving in this direction from C to D, okay, then the potential is considered as minus 2 volt. That means if cell is connected in this way, and if this is point C and this is point D, and if we are moving from C to D, then this is plus 2 volt, right, plus 2 volt. But in this problem, the cell is connected in this manner. This is our point C and this is our point D. ഈ വലിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലും ചെറിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലും. നമ്മൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ we are moving from lower potential to higher potential, that is from negative to positive. അപ്പോൾ വോൾട്ടേജ് നമ്മൾ minus 2 volt is considered, right? So you should keep this point in mind. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ അറ്റ്
point A and point D. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും അതുപോലെ തന്നെ ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലും നമുക്ക് കണ്ടുപിടിക്കണം. ഇതൊരു പ്രീവിയസ് ഇയർ JEE മെയിൻ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഞാൻ ഓപ്ഷൻസ് ഇവിടെ എഴുതുന്നില്ല. ഓക്കെ, ഈ ബ്രാഞ്ചിലൂടെ പോകുന്ന കറണ്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്യാം. കറണ്ട് ഈസ് മൂവിംഗ് ഫ്രം A, that is entering through A and moving in this direction and leaving the terminal D. Right. So this is the direction of current. Current is moving in this direction from A to D. So entering through A and leaving through D. അപ്പൊ നമുക്ക് ഈ വോൾട്ടേജ്, അതായത് വോൾട്ടേജ് across this 1.5 ohm resistance, that can be called as VAB. Right. Here it is plus polarity and here minus polarity. Here again plus polarity, minus polarity. This battery minus and plus. So, this voltage we consider if we are moving from C to D, this is treated as minus 2 volt. Okay, voltage we can voltage, that is voltage across this 2.5 ohm can be called as V suffix BC or VBC. ഇനി നമുക്ക് എന്ത് എഴുതാം? What is our VAB? VAB എന്ന് പറഞ്ഞാല് VA minus VB. Okay, that is equal to current passing through this resistance multiplied by this resistance. That is 1 into 1.5. 1 is the current passing through this branch. So we can write VAB, that is VA minus VB, is equal to 1 multiplied by 1.5. That is equal to 1.5 volt. But in this question, the potential at point B is given as 0. Okay, so the potential at this point is 0. VB യുടെ value 0 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷന് VA യുടെ വാല്യൂ കണ്ടുപിടിക്കാം. That is VA minus 0 is equal to 1.5 volt. അങ്ങനെ ആകുമ്പോൾ VA യുടെ വാല്യൂ എത്രയാ? That is equal to 1.5 volt. അത് നമ്മുടെ ക്വസ്റ്റ്യന്റെ ഒരു പാർട്ട് സോൾവ് ചെയ്തു. നമുക്ക് VA യുടെ വാല്യൂ കിട്ടി. VA യുടെ വാല്യൂ that is equal to 1.5 volt. Okay. ഈ ബ്രാഞ്ചിലുള്ള പൊട്ടൻഷ്യൽ അത് പറഞ്ഞാൽ VBC, that is equal to current into this resistance. Current again 1 ampere and the resistance, ഈ ബ്രാഞ്ചിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2.5 ohm. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? We can write VBC, that is equal to potential at point B, that is VB minus potential at point C, that is VC. Okay, this is equal to current, that is 1 ampere into the resistance, that is 2.5 ohm. This is equal to 2.5 volt. Right. അപ്പോൾ VB യുടെ വാല്യൂ നമുക്കറിയാം 0 minus VC, that is equal to 2.5 volt. So what is the value of VC? VC is equal to minus 2.5 volt. So നമുക്ക് VA യുടെ വാല്യൂ അറിയാം, VC യുടെ വാല്യൂ അറിയാം. Right. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? VD യുടെ വാല്യൂ കണ്ടുപിടിക്കണം. So we can write VCD, that is equal to VC minus VD, that is equal to minus 2 volt. Since we are moving from C to D, so minus terminal to plus terminal, voltage is minus 2 volt. VC യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാ? minus 2.5 volt minus VD, that is equal to minus 2. So what is the value of VD? So VD എത്രയാ? VD is equal to minus 2.5 plus 2. This 2 is taken into the LHS and VD is taken into the RHS. So that is equal to minus 0.5. So the value of VD, that is equal to minus 0.5, this much volt. So the potential at A is 1.5 volt and potential at D is minus 0.5 volt. Hence the problem is solved. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ ഈ 2 ഓമിലൂടെ പോണ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണം.
Options are given 5 ampere, 2 ampere, 0 ampere and 4 ampere. And അപ്പോൾ അതിലൊരു സിമ്പിൾ കൺസെപ്റ്റ് ഉണ്ട്. ഒരു കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്ത് വേണം. അതായത് എ ക്ലോസ്ഡ് ലൂപ്പിലൂടെ മാത്രമേ എ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. നമ്മൾ ഈ ലൂപ്പ് നോക്കാം. ഇവിടെ കറണ്ട് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം പോസിറ്റീവ് ടെർമിനൽ ആൻഡ് മൂവിംഗ് ത്രൂ ദിസ് റെസിസ്റ്റൻസ് and again enter through the negative terminal. So this is the direction of current in this loop. Here this is also a closed loop. The current leaves from positive terminal and passing through this resistance enter the battery through this terminal. അതായത് ഈ ലൂപ്പില് കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. Okay, so this is a closed path. So current will flow through this 5 ohm resistance and this is the direction of current. In this loop, this is the direction of current. And at this node, the current will move in this direction, the battery, through the negative terminal. So this is the direction of current. For this branch, the network is not closed. This is open. So no current will pass through this 2 ohm resistance. So the correct answer is C. Right. Okay. Now what is the current through this 5 ohm resistance? Current through this 5 ohm resistance is 10 divided by 5. That is equal to 2 ampere. So this current is equal to 2 ampere. So through this loop, a 2 ampere current will flow. Then what about this loop? Here battery is 20 volt and resistance is 10 ohm. So 20 divided by 10, that is equal to again 2 ampere. So 2 ampere current will flow in this loop also. But through this branch, no current will flow since there is no closed path here. So correct answer is